വാട്ട്സ് യുവർ നെയിം? ദേവി. ഈ ക്രിക്കറ്റ് ടെസ്റ്റ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്യാം. കപിൽ നമ്മുടെ ഫ്രണ്ടാ, കാഞ്ഞിരപ്പള്ളി വന്ന് താമസിച്ചിട്ടൊക്കെ ഉണ്ട്. സത്യം. ഫോട്ടോ ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്, വേണേ കൊണ്ട് കാണിച്ചു തരാം. വേണ്ട. അല്ല കയ്യിലുണ്ട്. വേണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ശരി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഇല്ല. വിഷമൊന്നും വിചാരിക്കണ്ട. ഇറ്റ്സ് എ പ്ലഷർ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പ്ലഷർ ഫോർ മീ. ഒരല്പം പ്രൈവസി കിട്ടിയാ കൊള്ളാം. ഞാൻ ഡിസ്റ്റർബൻസ് ഒന്നും ആയില്ലല്ലോ. ഇല്ല. ഞാൻ വരട്ടെ ചേച്ചി, ഞാൻ വരട്ടെ മോളെ. ഞാൻ കഥയൊന്നും അടയ്ക്കാതെ എന്താണ് ഇത് രണ്ടുപേരും കൂടെ? എവനെ കൊണ്ട് താങ്കളുടെ കാര്യം നോക്കുക. കണ്ടടാ, കണ്ടു. മോഡലിങ് എടുക്ക. ഇനി വേണ്ട, നിനക്കല്ല. കുടിക്ക. അയ്യോ, ഇത് ആർക്കാ? എന്റെ ചങ്ക് കത്തിപ്പോയി മോനെ. ആശാനെ. നീ എന്തിനാ മോനെ എന്റെ ചങ്ക് കത്തിക്കണേ? എന്താ ഉദ്ദേശം? അതെ, എനിക്കൊരു സഹായം ചെയ്യാം. നമ്മുടെ ആർക്കെന്നായിരുന്നില്ലേ, അയാളുടെ ക്യാബിന് 3 പേരല്ലേ ഉള്ളൂ. അവിടെ 4 പേർക്ക് ഇരിക്കാമല്ലോ. അപ്പൊ എനിക്ക് അങ്ങോട്ട് പോയിരിക്കാമല്ലോ. അപ്പൊ ഞങ്ങളോ? നിങ്ങൾ പോയി പണ്ടാരാ. അങ്ങനെ പറയരുത്. മോന്റെ കൂടെ വന്ന കുട്ടികളല്ലേ, അങ്ങനെ പറയുമ്പോ അവർക്ക് ഉണ്ടാവില്ല വിഷമം. മോനിപ്പോ എന്താ വേണ്ടേ? ആ കൂപ്പയിൽ പോയിരിക്കില്ല, അത്രയല്ലേ വേണ്ടു. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ കൂപ്പയിലുള്ളവർ ഈ കൂപ്പയിലേക്ക് ആക്കി, ഈ കൂപ്പയിലുള്ളവർ ആ അങ്ങനെയൊന്നും വേണ്ട. ആർക്കാരും എന്നോട് പറഞ്ഞു, എന്തിനാ ആ കൂപ്പയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, ഇവിടെ വന്നിരിക്കാമല്ലോ, നമുക്ക് സംസാരിച്ച് ജോളിയായിട്ട് പോവാമല്ലോ. അപ്പൊ ഞാൻ അവിടെ ചെന്നില്ലേ, അയാൾക്കൊരു വിഷമാവില്ലേ? എന്റെ പൊന്നു മോനെ, നിന്റെ പുളു കള. എന്നിട്ട് ആ പെങ്കൊച്ചിന്റെ കൂടെ നിന്നിട്ട് അതെ, ഇപ്പൊ റെയിൽവേ വലിയ സ്ട്രിക്റ്റാ. സീറ്റ് നമ്പർ എവിടെ ഇട്ടിരിക്കുന്നോ അവിടെ ഇരുന്നോളണമെന്നാ നിയമം. ആ ക്യാബിന് 3 പേരല്ലേ ഉള്ളൂ. മോനെ, നീ എന്റെ പണി കളയിക്കരുത്. ഇനിയുള്ളത് എറണാകുളം കോട്ടയാ. എറണാകുളത്ത് നിന്ന് ഏറുന്ന ഏവനാണെങ്കിലും അവന് ഈ ക്യാബിനുള്ള സീറ്റ് കൊടുത്താൽ പോലെ. എന്റെ കുഞ്ഞുങ്ങളുടെ കഷ്ടകാലത്തിന് എറണാകുളത്ത് നിന്ന് കയറുന്നത് വല്ല റെയിൽവേ ഓഫീസറാണെങ്കിൽ ചിലപ്പോ എന്റെ പണി പോവും. അതുകൊണ്ട് എറണാകുളത്തെ അവിടുന്ന് കയറുന്ന പാർട്ടി ഏതാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ ഓക്കെ. അളിയ അങ്ങനെ ഒറ്റയ്ക്ക് സൂഹിക്കാൻ പോവാണല്ലേ? എറണാകുളത്ത് നിന്ന് കയറുന്ന പാർട്ടി അളിയന് സീറ്റ് തരാതിരിക്കട്ടെ. നീ എന്റെ കരുതാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നേ. എറണാകുളത്ത് നിന്ന് കയറുന്നവൻ ആരായിരിക്കും? ആരായിരുന്നാലും നമുക്ക് അവനെ ഒതുക്കല്ലേ നാരായണ സാറേ. റെയിൽവേ ഓഫീസർ അല്ലെങ്കിൽ അവൻ ഒതുക്കുന്ന കാര്യം ഞാനേറ്റു. നീ ഗ്ലാസ് ഈ ഗ്ലാസ് ഇങ്ങനെ അവിടെ കൊണ്ടുപോയി. അതെ, എ ക്യാബിനിലുള്ളവന്റെ പേര് ഇതിലുണ്ട്. സുരേഷ്, വയസ്സ് 27, ടു മദ്രാസ്, ബോർഡിംഗ് അറ്റ് എറണാകുളം. അവൻ വരട്ടെ വരട്ടെ. ഹലോ, നിങ്ങൾ ഏ കൂപ്പയിലാണോ? ഒന്നും കൂടെ മാറി സാറേ, വഴിയിൽ വന്ന് വട്ടം നിൽക്കും, വേറെ ആർക്കും കയറണ്ട. ആരെയും കാണാനില്ല, നിങ്ങൾ കയറ്. ഏതേ പാർട്ടി വന്നാ? ഇല്ല, അത് ക്യാൻസലേഷൻ ആണെന്ന് തോന്നണ. അപ്പൊ എനിക്ക് ഇതിനകത്തിരിക്കാം. ടോണി ഇങ്ങോട്ട് വരാൻ.
ഇതിന്റെ താലിലേക്ക് പിന്നെ ഇരുന്നൂടെ? എന്ത് ഞാൻ ഇവിടെ ഇരുന്നോളാന്നേ? ഇവൻ ഇന്ന് എന്റെ നാടി കൊണ്ടേ പോകുന്ന തോന്നുന്നേ. Passengers, your attention please. Number 20 Madras Mail bound for Madras Central will leave shortly from platform number ഗാർഡ് കൂടി കാണിച്ചു. ഇനി നമ്മൾ രക്ഷപ്പെട്ടു. ദോഷം എന്നുണ്ടല്ലോ എവിടെ? അവൻ ഇതിനകത്തായിരിക്കില്ല. അവൻ ഇതിനകത്ത് തന്നെ. ഭഗവാനെ കർത്താവേ, അവൻ കേരള പ്ലാറ്റ്ഫോമിൽ തലകുത്തി വീണേ. ഇയാളെന്താ ചാവാൻ പോവാ? ടിക്കറ്റ് എവിടെ? സുരേഷ്, ഞാനേ വീലും മനോഹരമായുള്ള ഓർമ്മ തരട്ടെ. സോറി, ഏ കൂപ്പ തന്നെ വേണം. തന്നെ വേണം നിർബന്ധ. നീ ചാടാൻ പോണോ? പിന്നെ കൊണ്ടോ ഞാനല്ല. എക്സ്ക്യൂസ് മീ, ഈ സീറ്റ്. ഓ, ബി കംഫർട്ടബിൾ. വേണ്ട വേണ്ട, ഞാൻ വേണമെങ്കിൽ. ഇറ്റ്സ് ഓക്കെ. ഐ എം സുരേഷ്, RK നായർ. ആ, ഇവിടെ നിൽക്കുകയാണോ? പോയടാ മോനെ, ആ സീറ്റിലെ ആളൊന്നും. ആള് വന്നേരെന്ന് വലിയ കാര്യമില്ല. അവൻ റെയിൽവേയിലെ ഓഫീസറൊന്നും അത് അല്ല. പറയാൻ പറ്റില്ല. ബീജമാനം കളിക്കാതെ ആ ചെറുക്കൻ എങ്ങനെ റെയിൽവേ ഓഫീസർ ആവുന്നത്? ഇനി അതാണെങ്കിൽ തന്നെ അവൻ റെയിൽവേയിലെ സ്വീപ്പറോ അല്ലെ പാളത്തിൽ കൊടി പിടിക്കുന്നതോ അല്ല. പിന്നെ പാളത്തിൽ കൊടി പിടിക്കുന്നതിനൊക്കെ വെൽ ഡ്രസ് ആയിട്ടുള്ള വരിക. ഇക്കാലത്ത് വെൽ ഡ്രസ്ഡ് ആണെന്ന് ഒരു കാര്യമില്ല. റെയിൽവേ ഓഫീസറിൽ തനിക്ക് ഉറപ്പാണ്? ഏകദേശം എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി കാര്യമായിട്ട് സംസാരിച്ചു നോക്കാം. കുഞ്ഞ് കുഴപ്പമുണ്ടാക്കരുത്. ഇയാളെന്താ കുഴപ്പമുണ്ടാക്കല്ലേ? ഞാൻ കുഴപ്പക്കാരനാ? അതല്ല, ഞാൻ അങ്ങോട്ട് പോയി മാന്യമായിട്ട് ഡീസന്റ് ആയിട്ട് സംസാരിച്ച് കൈകാര്യം ചെയ്യാം. അല്ലെ ഒന്നുകൂടി മനുഷ്യന്റെ ധൈര്യം വരട്ടെ. എനിക്ക് കുറച്ച് ഒഴിച്ചു, എനിക്ക് കുറച്ച് ധൈര്യം വരട്ടെ. എങ്ങനെയുണ്ട് എന്നെ കണ്ടീഷൻ? എങ്ങനെയുണ്ട്? കൊള്ളാം, ഡീസന്റ് ആയിരിക്കും. കുറച്ചുകൂടി ഒഴിക്കും. ആ, എന്താ കാര്യം? അയ്യോ സാറിനല്ലേ, ഈ സാറിന്. ഇങ്ങനെ വന്നേ എന്നെയോ? ഒരു കാര്യം പറയാ. ഞാൻ പറയാം, വാ. സുരേഷ് കെ നായരല്ലേ? ടോണി കുരിശിങ്കൽ. എന്നെ എങ്ങനെ മനസ്സിലായി? അതൊക്കെ പറയാം, വാ വാ. സോറി കേട്ടോ. വാ. അല്ല, നടക്കാൻ പറ്റേ. എന്താ പ്രശ്നം? ഞാൻ പറയാം, വാ. ഇവിടെ ഇരുന്ന് സംസാരിച്ചാലേ ആളുകൾ ശ്രദ്ധിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്യാബിന്റെ അകത്ത് വരുന്ന വർത്താനം പറയാം. വാ, ഇവിടെ ഞാനിപ്പോ വരാം. ഇപ്പൊ വരാം. കഞ്ഞിക്കുഴി. പോ. ഇതെന്റെ ക്ലോസ് ഫ്രണ്ടാണ്
ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് ഹിച്ച്കോക്ക് കഞ്ഞിക്കുഴി. ഇത് യുവജന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, എന്റെ ക്ലോസ് ഫ്രണ്ടാണ് ഹരി. കുമ്പളം ഹരി. ഗ്ലാസ് എന്താ വേണ്ട? ബിസ്കറ്റ് ബ്രാൻഡ് ഞാൻ കഴിക്കില്ല. അത് പറ്റില്ല, അത് പറ്റില്ല. ചിപ്സ് ചിപ്സ് ഞാൻ കഴിക്കില്ലെന്ന്. അതെന്താ? ഒന്നുമില്ല. നിങ്ങളെ ആർക്കാ നേരത്തെ കൂപ്പയിലല്ലേ? കൂപ്പയില്. അപ്പൊ നിങ്ങള് ആ സീറ്റ് ഒഴിഞ്ഞ് ഇവിടെ വന്നിരുന്നാൽ, അതായത് എന്റെ സീറ്റ് വന്നിരുന്നാൽ ഞാൻ അവിടെ പോയിരിക്കും. അതെന്തിനാ നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുന്നല്ലോ നല്ല. അല്ല, പേഴ്സണലായിട്ട് ചില കാര്യങ്ങളുണ്ട്. അത് ബുദ്ധിമുട്ടാ. ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. എന്ത് വേണേലും ചെയ്യാം. അതല്ല, എനിക്കതൊരു സുഖമുള്ള കാര്യമല്ല, നിങ്ങൾക്കും സുഖമുള്ള കാര്യമല്ല. ഒന്നാമത് ഞാൻ മദ്യപിക്കില്ല. പിന്നെ നിങ്ങൾ കമ്പനിയൊക്കെ കൂടി തമാശ പറഞ്ഞ് മദ്യപിച്ചൊക്കെ ഇരിക്കുന്നതിനിടയ്ക്ക് ഞാനൊരു ഓടുമാൻ ഔട്ട് പോലെയാവും. എനിക്കതൊരു സുഖമുള്ള കാര്യമല്ല, നിങ്ങൾക്കും അതൊരു സുഖമുള്ള കാര്യമല്ല. സോറി. അല്ല, അവിടെ ആശാനെ. അതെ, കള്ളൊരു പ്രശ്നമല്ല. ഇവന്മാർ ഇനി കള്ളു കുടിക്കത്തില്ല. ഒരു പെഗ് പോലും കഴിക്കും.